മലപ്പുറം കരുവാരക്കുണ്ടിൽ കുന്നിൻ മുകളിലുള്ള സ്വകാര്യ എസ്റ്റേറ്റിൽ അനധികൃത ജലസംഭരണികൾ. കൂമ്പൻമലയുടെ തൊട്ടുതാഴെയാണ് കൂറ്റൻ ജലസംഭരണികൾ നിർമ്മിച്ചത്. പരിസ്ഥിതി ലോല മേഖലയിലെ ജലസംഭരണികൾ വൻ അപകടമുണ്ടാക്കുമെന്ന് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് ലഭിച്ചതോടെ ഇവ നികത്താൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. 5 ദിവസത്തിനകം കുഴികൾ മൂടണമെന്നും ശേഷം ഇവക്ക് മുകളിൽ ടാർപ്പായി വിരിക്കണമെന്നുമാണ് ഉത്തരവ്. മഴക്കാലം കഴിഞ്ഞാൽ ജലസംഭരണികൾക്ക് മുകളിൽ കുറ്റിച്ചെടികൾ വളർത്തണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. വലിയ ജലസംഭരണികൾ കൂടാതെ ചെറിയ 3 കുഴികളും നികത്തണം. ജലസംഭരണി മൂലം വരുന്ന എല്ലാ അപകടങ്ങളുടെയും ഉത്തരവാദികൾ സ്ഥലമുടമകൾ മാത്രമായിരിക്കുമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പേരിൽ ജില്ലാ കളക്ടർ അയച്ച ഉത്തരവിൽ പറയുന്നുണ്ട്. പഞ്ചായത്തിനോട് അനുമതി വാങ്ങിയല്ല ഉടമകൾ കുഴിയെടുത്തതെന്നും വിവരമറിഞ്ഞയുടൻ ജിയോളജി വകുപ്പിനെ അറിയിച്ചെന്നും നിയമലംഘനം തുടർന്നാൽ കർശന നടപടിയെടുക്കുമെന്നും പഞ്ചായത്ത് അധികൃതരും അറിയിച്ചു. സൈലന്റ് വാലി വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന പരിസ്ഥിതി ലോല മേഖലയിലാണ് വലിയ ജലസംഭരണികൾ നിർമ്മിച്ചിരിക്കുന്നത്. 35 ഡിഗ്രി ചെരിവുള്ള ഭൂമിയിൽ 22 മീറ്റർ നീളവും 12 മീറ്റർ ആഴമുള്ള ജലസംഭരണികളാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചത്. ഷൊർണൂർ നിവാസികളാണ് എസ്റ്റേറ്റിന്റെ ഉടമകൾ. മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ തലേ ദിവസം കനത്ത മഴയുണ്ടായ സാഹചര്യത്തിൽ അപകട സാധ്യത കണക്കിലെടുത്ത് കൂമ്പൻമലക്ക് മുകളിലെ വനത്തിൽ താമസിക്കുന്ന ആദിവാസികളെ പുറത്തെത്തിക്കാനായി സന്നദ്ധ പ്രവർത്തകർ പോയിരുന്നു. അപ്പോഴാണ് ഇവിടെ ജലസംഭരണികൾ കുഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ കരുവാരക്കുണ്ട് പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചു. പഞ്ചായത്ത് അധികൃതർ ജിയോളജി ഉദ്യോഗസ്ഥരെ അറിയിച്ചതിനനുസരിച്ച് അവർ വന്ന് പരിശോധിച്ചപ്പോഴാണ് വലിയ അപകട സാധ്യതയുണ്ടെന്ന് കണ്ടെത്തുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 537 മീറ്റർ ഉയരത്തിലുള്ള ഈ പ്രദേശം മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശമാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. ജലസംഭരണി തകർന്നാൽ വൻ ദുരന്തമാണുണ്ടാവുക. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ പ്രദേശത്തിന് താഴെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. കരുവാരക്കുണ്ടിൽ നേരത്തെ 2 തവണ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. 30 വർഷം മുമ്പുള്ള ഉരുൾപൊട്ടലിൽ 7 പേർ മരിക്കുകയും ചെയ്തിരുന്നു. 2018 ഉരുൾപൊട്ടലുണ്ടായത് ജനവാസ മേഖലയില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. കൃഷിക്കായാണ് കുഴികൾ എടുത്തതെന്നാണ് ഉടമകളുടെ വിശദീകരണം.